കൂടി നടക്കുന്നവരിൽ ഭൂരിഭാഗം പേരും നിന്റെ ഒരു വീഴ്ചക്കായി കാത്തിരിക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ? അഥവാ നീ അത് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ നിന്റെ ജീവിത വിജയത്തിന് വേണ്ടി ആ പൊള്ളുന്ന സത്യം നീ തിരിച്ചറിഞ്ഞേ മതിയാവൂ. ചെറുതായി നിങ്ങളുടെ കാല് നുടരട്ടെ. നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്ന എത്രയോ പേർ ഇന്നും നിങ്ങളുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, നിങ്ങളോട് ചിരിക്കുന്നുണ്ട്, തമാശകൾ പറയുന്നുണ്ട്. എന്നാൽ ചുറ്റുമുള്ളത് മുഖംമൂടിയാണെന്ന് മനസ്സിലാക്കാൻ നീ വൈകുന്ന ഓരോ നിമിഷവും നിന്റെ പരാജയത്തിലേക്കുള്ള വേഗത കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ ഏറ്റവും അടുത്തിരിക്കുന്ന, നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക, നോവിക്കുക. നിങ്ങളെ വേദനിപ്പിക്കാനോ നിങ്ങളെ നോവിക്കാനോ ഉള്ള ആ അവകാശം അവർക്ക് കൊടുത്തത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. അമിതമായ പ്രതീക്ഷ, എക്സ്പെക്ടേഷൻ, എന്ത് വന്നാലും അവരെന്നെ പിന്തുണയ്ക്കും, അവരെന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നിന്റെ പരാജയത്തിനും നിന്റെ വേദനക്കുമുള്ള കാരണവും അവരുടെ വിജയത്തിനുള്ള കാരണവും. നീ ഇടറിയാൽ നിന്നെ താങ്ങാൻ നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ദൃഢമായ ഒരു വിശ്വാസം നിന്റെ ഉള്ളിലേക്ക് ഇന്ന് കുറിച്ചു വെച്ചോ. കിട്ടുന്ന ഓരോ രൂപയും സമ്പാദിച്ചു വെച്ചോ. നിന്റെ സുരക്ഷയ്ക്കായിട്ടുള്ള ഏത് പദ്ധതിയാണോ ആവശ്യം ആ പദ്ധതിയൊക്കെ നിന്നിലേക്ക് ചേർത്ത് വെച്ചോ. നിന്റെ വേദനയിൽ നിന്നോടൊപ്പം നിന്നതാരാണെന്ന് ഓർത്തു വെച്ചോ. നിന്നെ കൈയൊഴിഞ്ഞു പോയത് ആരൊക്കെയാണെന്ന് ഓർത്തു വെച്ചോ. ഓരോ അനുഭവവും ജീവിത പാഠമാണ്. അത് ശ്രദ്ധിക്കാതെ പോയാൽ വലിയ ഗർത്തത്തിലായിരിക്കും നിന്റെ വീഴ്ച. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ഒഴുക്കാണിടോ. ആ ഒഴുക്കിലൂടെ പല പല മുഖങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. ചില ആളുകൾ നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുമ്പോൾ ചില ആളുകൾ നമ്മുടെ കണ്ണിലൂടെ മാത്രം കടന്നു പോകും. ഇന്ന് കാണുന്നവനെ നാളെ കാണണമെന്ന് തന്നെയില്ല. പക്ഷേ നിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ചിന്തിക്കും, ലോകത്ത് നിനക്കേറ്റവും വലുത് നീ മാത്രമാണ്. എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടത്തി വിടേണ്ടത് ആരെയാണെന്ന് ചിന്തിച്ചു മാത്രം തീരുമാനിക്കുക. ജീവിതം നിന്റെയാണ്. താങ്ക് യു.